നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രിക്ട്യാനിന്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസ് ഡീകോഡിംഗ് സീരീസ് ട്രിക്ട്യാനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നമ്മൾ എങ്ങനെ വേണം തയ്യാറെടുപ്പ് നടത്താൻ, എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ക്ലാസ്സിൽ എക്കണോമിക്സിൻ്റെ സമഗ്ര വിശദീകരണവുമായി അരുൺദാസ് സാർ വന്നു. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ജോഗ്രഫിയുടെയും ഭാഗങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഇവിടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ്, എന്തൊക്കെ പഠിക്കണം, ഏതിന് പ്രാധാന്യം കൊടുക്കണം എന്നതിനെ പറ്റി ഒന്ന് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ മലയാളം സിലബസ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സിലബസിൽ മലയാളം ഭാഗം, പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് എന്ന ഭാഗത്ത് അത് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കന്നഡ, തമിഴ്, തെലുങ്ക് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, സാധ്യതയുണ്ട്. മലയാളം ഭാഷയാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് പ്രാദേശിക ഭാഷ റീജിയണൽ ലാംഗ്വേജ് എന്ന വിഭാഗത്തിൽ തിരഞ്ഞെടുത്തത് എങ്കിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ 13 ടോപ്പിക്കിൽ നിന്നായിരിക്കും. നമുക്ക് 13 ടോപ്പിക്കാണ് PSC നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിംസിന് തന്നിരിക്കുന്ന അതേ സിലബസാണ് മലയാളത്തെ സംബന്ധിച്ച് മെയിൻ എക്സാമിനും ഉള്ളത്. അതായത് ഈ കാണുന്ന 13 ടോപ്പിക്ക് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പരിശീലിച്ചാൽ ഇത് തന്നെ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ആഴത്തിലുള്ള ഗൗരവമേറിയ പഠനം മതി മെയിൻസിനും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. മലയാളം സിലബസിൽ ഒരു മാറ്റവുമില്ല പ്രിലിംസിലും മെയിൻസിലും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധയോടെ കാണേണ്ടത്, സെക്രട്ടേറിയറ്റ് ടെസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളിൽ 13 ചോദ്യമാണ് മലയാള വിഭാഗത്തിൽ നിന്ന് മെയിൻ എക്സാമിന് വരുന്നത്. അതായത് ഈ കാണുന്ന 13 ടോപ്പിക്ക് പഠിച്ചാൽ മതി, പ്രിലിംസിന് 10 മാർക്ക്, മെയിൻ എക്സാമിലേക്ക് എത്തുമ്പോഴേക്ക് സെയിം ടോപ്പിക്ക് ഒന്നും മാറുന്നില്ല. സെക്രട്ടേറിയറ്റ് ടെസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ 13 ചോദ്യമാണ് ഇവിടെ നിന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ടോപ്പിക്ക് നിങ്ങൾ നോക്കൂ. ഒന്ന്, പദശുദ്ധി. വാക്കുകൾ തന്നിട്ട് ശരിയായതേത്, അല്ലെങ്കിൽ ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പദം ഏത്, അക്ഷരത്തെറ്റ് തിരുത്തിയ വാക്ക് ഏത്. അത് തന്നെ പല രീതിയിൽ ചോദിക്കാം. ഒരു വാക്ക് തന്നെ ആകണമെന്നില്ല, പല വാക്കുകൾ തന്നിട്ട് ചേരുംപടി ചേർക്കുക. ചുവടെ ചേർക്കുന്നതിൽ 1, 2, 3 മാത്രം ശരി, 2, 4 മാത്രം ശരി, 1 മാത്രം ശരി, 5ഉം 7ഉം മാത്രം ശരി, ഇവയെല്ലാം ശരി എന്ന രീതിയിലുള്ള ഓപ്ഷൻസ് തന്ന് ചോദ്യം വരാം. രണ്ടാമത്തെ ടോപ്പിക്ക് വാക്യശുദ്ധിയാണ്. സെന്റൻസ് കറക്ഷനാണ്. ഒരു വാക്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. വാക്യത്തിലെ തെറ്റ് കണ്ടെത്തുക. ഇതും പല രീതിയിൽ ചോദിക്കാം. ടൈപ്പ് 1 ഒരു 4 ഓപ്ഷൻ തന്നിട്ട് തെറ്റായ വാക്യം ഏതെന്ന് ചോദിക്കാം. ടൈപ്പ് 2 4 ഓപ്ഷൻ തന്നിട്ട് ശരിയായ വാക്യം ഏതെന്ന് ചോദിക്കാം. മറ്റൊരു സാധ്യത 1, 2, 3, 4, 5 എന്ന എണ്ണൽ സംഖ്യയിൽ കുറച്ച് വാക്യങ്ങൾ തന്നിട്ട് ഇതിൽ ശരിയായതേത്, ശരിയായവ ഏതെല്ലാം എന്ന് ചോദിക്കാം. അവർ നേരത്തെ പറഞ്ഞ പോലെ 1 മാത്രം ശരി, 1ഉം 3ഉം ശരി എന്നൊക്കെയുള്ള നിലയിലേക്ക് ചോദ്യത്തിന്റെ വിഭാഗങ്ങൾ കടന്നു പോകാം. അടുത്തത് പരിഭാഷയാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കോ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ ഉള്ള മൊഴിമാറ്റം, തർജ്ജമ, പരിഭാഷ, ഭാഷാന്തരം. ചിലപ്പോൾ ഒരു പദമായിരിക്കും, ചിലപ്പോൾ ഒരു കുഞ്ഞു വാക്യമായിരിക്കും, ചിലപ്പോൾ ഒരു വലിയ സെന്റൻസ്, വലിയൊരു വാക്യമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പദമായിരിക്കും, ഔദ്യോഗിക ഭരണഭാഷാ പദങ്ങൾ, അത്തരം ഏതെങ്കിലും ഒരു പദമോ വാക്യമോ ആയിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ഭാഷയിലെ ശൈലിയോ ചൊല്ലോ ആയിരിക്കാം. അതിന് തത്തുല്യമായ പരിഭാഷ കണ്ടെത്തുക. ചിലപ്പോൾ പദാനുപദ പരിഭാഷയായിരിക്കും, ചിലപ്പോൾ ആശയ പരിഭാഷയായിരിക്കും വേണ്ടി വരിക. അത് പരിഭാഷ എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. നാലാമത്തെ ടോപ്പിക്കാണ് ഒറ്റപ്പദം.
ഒന്നിൽ കൂടുതൽ പദം കൊണ്ട് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പറയുന്ന ഒരു കാര്യത്തെ ചുരുക്കി ഒതുക്കി ഒരൊറ്റ വാക്കിൽ ഒതുക്കി പറയുന്നതിനെ ഒറ്റപ്പദം എന്ന് പറയാം. ഈ ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പല രീതിയിൽ ചിലപ്പോൾ ബന്ധങ്ങൾ ഒറ്റപ്പദം ചോദിക്കും. ബന്ധങ്ങൾ, അച്ഛൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മ, മകൻ്റെ മകൻ, മകൻ്റെ മകൾ, മകളുടെ മകൻ, മകളുടെ മകൻ, മകൻ്റെ ഭാര്യ, മകളുടെ ഭർത്താവ്, അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ. ഇങ്ങനെ ബന്ധങ്ങളുടെ ഒറ്റപ്പദം വരാം. പുരാണ കഥാപാത്രങ്ങളുടെ പേര് ഒറ്റപ്പദം വരാം. പുരാണ കഥാപാത്രങ്ങളുടെ പേര് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദ്രോണരുടെ പുത്രൻ, അഞ്ജനയുടെ പുത്രൻ, മരുത്തിന്റെ പുത്രൻ, ഭീമന്റെ പുത്രേ, ദശരഥന്റെ പുത്രൻ. അങ്ങനെ പുരാണ കഥാപാത്രങ്ങളുടെ ഒറ്റപ്പദം വരാം. ഇനി സംബന്ധിച്ചത് എന്ന് പറഞ്ഞ ഒറ്റപ്പദം വരാം. ഭാരതത്തെ സംബന്ധിച്ചത്, ദേശത്തെ സംബന്ധിച്ചത്, ലോകത്തെ സംബന്ധിച്ചത്, ഇഹലോകത്തെ സംബന്ധിച്ചത്, പരലോകത്തെ സംബന്ധിച്ചത്, ദേശത്തെ സംബന്ധിച്ചത്, രാജ്യത്തെ സംബന്ധിച്ചത്, വിദേശത്തെ സംബന്ധിച്ചത്, സംബന്ധങ്ങൾ. ആ സംബന്ധിച്ചത് ആഗ്രഹം എന്ന മേഖലയിൽ ഒറ്റപ്പദങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം, കഴിക്കാനുള്ള ആഗ്രഹം, കാണാനുള്ള ആഗ്രഹം, പറയാനുള്ള ആഗ്രഹം. ആഗ്രഹിക്കുന്ന ആൾ എന്ന മേഖലയിലും ഒറ്റപ്പദങ്ങൾ വരാം. ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നാണ് പര്യായം. പര്യായം ഓരോ സീസണിലും ഓരോ മേഖലയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നു എന്ന് കാണിച്ച് ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ചിട്ട് ഒരു പ്രത്യേക പരീക്ഷ എത്തുമ്പോൾ ആ സീസണിലുള്ള ഒരു പരീക്ഷയിലും കണ്ടിട്ടില്ലാത്ത തരം ഒരു ചോദ്യം ചോദിച്ച് ചിലപ്പോഴൊക്കെ ഉദ്യോഗാർത്ഥികളെ വട്ടം തിരിക്കാറുണ്ട്. പര്യായം എന്ന മേഖലയിൽ പര്യായം നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്കാണ്. വിപരീത പദം, വിപരീത പദം, വിപരീത പദം. വിപരീത പദം എഴുതുക എന്ന് പറഞ്ഞിട്ട് കൂടുതലും SCRT ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. സമഗ്രമായി SCRT ആണ് മലയാള വിഭാഗത്തിലെ ചോദ്യങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണമായും SCRTയെ ആശ്രയിച്ചാൽ കിട്ടുമെന്ന് പറയാൻ കഴിയും. എന്നാൽ SCRT ഒഴിവാക്കാൻ കഴിയില്ല. SCRTയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അത് രണ്ടും ഞാൻ വരും സ്ലൈഡുകളിൽ പറയാം. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്നതാണ് അടുത്ത ഒരു മേഖല. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ കഴിഞ്ഞ പരീക്ഷകളൊന്ന് നിരീക്ഷിച്ചാൽ സ്ഥിരമായി ചോദ്യം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടുന്ന ഒരു മേഖലയാണ് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. സ്ഥിരം ചോദ്യമാണ്. സമാന പദം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 or 3 ടോപ്പിക്ക് പഴയകാല പരീക്ഷകളിലെ മലയാള വിഭാഗം ശ്രദ്ധിച്ചാൽ അവിടെ 2 or 3 ഭാഗമായി പറഞ്ഞതിനെ ഒറ്റ ടോപ്പിക്കായിട്ട് ഒതുക്കിയിരിക്കുകയാണ്. നാനാർത്ഥം, അർത്ഥവ്യത്യാസം, അർത്ഥം എഴുതുക തുടങ്ങി പല ടോപ്പിക്കിനെ ഒന്നിച്ച് ഒരു മേഖലയിൽ സമാനപദം, സമാനാർത്ഥം കണ്ടെത്തുക എന്ന് പറയുന്ന മേഖലയിൽ ഒരു ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയും SCRTയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. അതല്ലാതെയുള്ളതുമുണ്ട്. അടുത്തത് ചേർത്തെഴുതുക എന്നതാണ്. 12ാമത്തെ ടോപ്പിക്ക് പിരിച്ചെഴുതുക എന്നതാണ്. രണ്ടും കൂടെ ചേർത്ത് സന്ധി എന്ന വ്യാകരണ അധ്യായമാണ് അത് എന്ന് നമുക്ക് കാണാം. സന്ധി എന്ന് പറയുന്ന വ്യാകരണ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, ഇത് രണ്ടും കൂടി ചോദിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീലിംഗം, പുല്ലിംഗം, എതിർലിംഗം എഴുതുക, സ്ത്രീലിംഗം ഏത്, പുല്ലിംഗം ഏത് എന്ന് പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളിൽ ചിലതൊക്കെ ഡിലീറ്റ് ആയ സാഹചര്യവും ഉണ്ട്. വചനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വചനവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. 2026 പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും പ്രിലിംസിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഘടകപദം ശരിക്കും പറഞ്ഞാൽ 2 വ്യാകരണ അധ്യായത്തിന്റെ വിശദമായ ഭാഗമാണ് ഘടകപദം. സമാസം എന്ന് പറയുന്ന വ്യാകരണ ഭാഗത്തിന്റെയും ദ്യോതകം എന്ന് പറയുന്ന വ്യാകരണ ഭാഗത്തിന്റെയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, പ്രായോഗിക തല ചോദ്യങ്ങളാണ് അവിടെ നമ്മൾ കാണേണ്ടത്, പരിചയപ്പെടേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ഘടകപദം ഇങ്ങനെ 13 ചാപ്റ്ററാണ് നമുക്ക് PSC സിലബസിൽ തന്നിരിക്കുന്നത്. ഈ 13ൽ 5 പേരെ നമുക്ക് ഗ്രാമർ വ്യാകരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഏതൊക്കെയാണ്? 1 പിരിച്ചെഴുതുക, 2 ചേർത്തെഴുതുക, 3 സ്ത്രീലിംഗം പുല്ലിംഗം, 4 വചനം, 5 ഘടകപദം. സമഗ്രമായി വ്യാകരണമാണെന്ന് പറയുന്നില്ല. വ്യാകരണം ഭാഗം പഠിച്ച് ആ ടോപ്പിക്ക് മനസ്സിലാക്കി പോയാൽ കുറച്ചുകൂടി ലളിതമാകുന്ന, പഠനം സുഗമമാകുന്ന ഭാഗമാണ് ഈ പറഞ്ഞ 5 എണ്ണം. അതിനുശേഷമുള്ള 8 ടോപ്പിക്ക് 5 എണ്ണം വ്യാകരണമാണെങ്കിൽ അതിനുശേഷം വരുന്ന 8 ടോപ്പിക്ക് വൊക്കാബുലറി ആണ്, പദപരിചയമാണ്, ഭാഷാജ്ഞാനമാണ്. മലയാള ഭാഷയോട് നിങ്ങൾ എത്ര കണ്ടടുത്തു നിൽക്കുന്നു എന്നറിയാനുള്ള ശ്രമമാണ് മറ്റു മേഖലയിൽ പരീക്ഷയിൽ ചോദ്യകർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നത്.
ഇങ്ങനെ 13 ടോപ്പിക്ക്. ഈ 13 ടോപ്പിക്ക് പഠിച്ചാൽ മതിയോ മലയാളം ഫുൾ സ്കോർ നേടാൻ? ഈ 13 ടോപ്പിക്ക് പഠിച്ചാൽ മതിയോ മലയാളം ഫുൾ സ്കോർ നേടാൻ? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില പരീക്ഷകളിലെങ്കിലും വ്യാകരണവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഇത്തിരി ആഴത്തിലേക്ക് പോകാറുണ്ട്. 2026 നടന്ന പ്രിലിംസ് പരീക്ഷയിൽ തന്നെ നാമാങ്കം എന്നൊക്കെയുള്ള ഓപ്ഷനുകൾ കുഴപ്പിക്കുന്നതായി വന്നിരുന്നു. അപ്പോൾ ചിട്ടയായി ക്രമമായി അടിസ്ഥാനം മുതൽ പഠിച്ച് വ്യാകരണത്തിന്റെ ഭാഗങ്ങൾ കുറച്ച് മനസ്സിലാക്കി ഈ 13 ടോപ്പിക്കിനെ ഒന്ന് അറിഞ്ഞ് മുൻപോട്ട് പോയാൽ അങ്ങനെ ഒരു ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. 2 നേട്ടമാണ്. ഒന്ന്, ഉള്ള 13 ടോപ്പിക്കിനെ ആഴത്തിൽ മനസ്സിലാക്കാം. 2, ഔട്ട് ഓഫ് സിലബസ് ഡയറക്റ്റ് ഗ്രാമർ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ പിന്നിലേക്ക് സ്ലൈഡ് കാണിക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എഴുതാൻ പറ്റും. 2 ഉപകാരമുണ്ട്. ഒന്ന്, ഈ പഠിക്കാനുള്ള ഭാഗങ്ങൾ ലളിതമാകും, അതിൻ്റെ പഠനം എളുപ്പമാകും. 2, ഈ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് വ്യാകരണ ഭാഗത്തിൽ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് എഴുതാനും സാധിക്കും. ഇത്രയുമാണ് നമ്മുടെ സിലബസ്, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നൽകിയിരിക്കുന്ന സിലബസ്. ഇനി നമുക്ക് നോക്കാം, ഇതിൽ SCERT നിന്നൊക്കെ ചോദ്യം വരാറുണ്ടോ? 2026 നടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിലെ ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. 48/2026. നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത്? നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത്? 6ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഉള്ളതാണ്. ആ ഭാഗം. മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കൂ. ശരിക്ക് പറഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണത്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് സാഹിത്യ ഭാഗത്ത്, കലാ, സംസ്കാരം, കായികം, സാഹിത്യം, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ മലയാള വിഭാഗത്തിൽ നമുക്ക് തന്ന 13 ടോപ്പിക്കിൽ ഇല്ലാത്ത ഒന്നാണ് കൃതി. അപ്പൊ ചോദിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ചുവടെ ചേർക്കുന്നതിൽ ഏത് എന്നതാണ്. 9ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ എഴുത്തുകാരെ പരിചയപ്പെടാം എന്ന പാഠങ്ങളുടെ അവസാനം, ആ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ അവസാനം ചേർത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കിടക്കുന്നതിൽ ആദ്യ കൃതിയാണ്. ചോദ്യം വന്ന വഴി. അപ്പൊ എല്ലാം ഇങ്ങനെ SCERT ആണ് എന്ന്, സോഴ്സ് SCERT-യിലാണ് എന്ന് ആധികാരികമായി പറയാൻ കഴിയില്ല. ചിലതൊക്കെ അവിടെ നിന്ന് വരുന്നു, അതിന് പുറമേ നിന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. SCERT വേണ്ടെന്നല്ല, SCERT കൂടി വേണം എന്നാണ് ഉദ്ദേശിച്ചത്. പുറത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉദാഹരണമാണ്. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷാണ്. ഈ ചോദ്യം ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വന്നതാണ്. നമ്മുടെ മാരത്തോൺ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ആ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായി അതിൻ്റെ വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ, തൊട്ട് പുറകിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമൊക്കെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് മുമ്പുള്ള മാരത്തോണിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായർ സാറിൻ്റെ ശുദ്ധ മലയാളം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ചോദ്യം. അപ്പം ഇത്തരം ഭാഷാ പഠനത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ നേടാൻ വേണ്ടിയുള്ള ചില പുസ്തകങ്ങൾ, നല്ല മലയാളം, ശുദ്ധ മലയാളം പോലെയുള്ള പുസ്തകങ്ങൾ, അത്തരം പുസ്തകങ്ങളിൽ നിന്നും, അത്തരം റെഫറൻസുകളിൽ നിന്നുമൊക്കെ, ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ ചോദ്യങ്ങൾ കടന്നു വരാം. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വ്യാകരണം ചോദ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ? വ്യാകരണത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചോദ്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ എവിടെയാണ്, എവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ, എവിടെ നിന്നാണ് കുറവ് ചോദ്യങ്ങൾ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പക്ഷേ ഈ ഒരു നിരീക്ഷണം എപ്പോഴും പാലിക്കപ്പെടണമെന്നില്ല. 2021 മുതൽ 2026 വരെ നടന്ന 16 പരീക്ഷയിൽ നിന്ന്, ഒരു പരീക്ഷയിൽ 10 ചോദ്യമല്ലേ ഉള്ള, മൊത്തം 160 ചോദ്യം നമ്മുടെ സിലബസുമായി എങ്ങനെ നീതി പുലർത്തി, എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, പദശുദ്ധി എന്നതാണ് നമ്മുടെ 1ാമത്തെ അധ്യായം. പദശുദ്ധി എന്ന അധ്യായത്തിൽ നിന്ന് 16 ചോദ്യമാണ് വന്നിട്ടുള്ളത്. പദശുദ്ധി എന്ന ടോപ്പിക്കിൽ നിന്ന് 16 ചോദ്യം വന്നിട്ടുണ്ട്. 16 പരീക്ഷയിലും ചോദിച്ചു എന്നല്ല, 1-2 പരീക്ഷയിൽ 2 ചോദ്യം ആ ടോപ്പിക്കിൽ നിന്ന് ഉൾപ്പെട്ടിട്ടും ഉണ്ട്. വാക്യശുദ്ധിയിൽ നിന്ന് 14 ചോദ്യമാണ് കടന്നുകൂടിയിട്ടുള്ളത്.
വാക്യശുദ്ധി എന്ന ടോപ്പിക്കിൽ നിന്ന് 14 ചോദ്യം, പരിഭാഷയിൽ നിന്ന് 12 ചോദ്യം, പരിഭാഷയിൽ നിന്ന് 12 ചോദ്യം വന്നപ്പോൾ ഒറ്റപ്പദം എന്ന മേഖലയിൽ നിന്ന് 10 ചോദ്യമാണ് വന്നിരിക്കുന്നത്. പര്യായം എന്ന മേഖലയിൽ നിന്ന് 13 ചോദ്യം, പര്യായം എന്ന മേഖലയിൽ നിന്ന് 13 ചോദ്യം. വിപരീത പദം എന്ന മേഖലയിൽ നിന്ന് 9 ചോദ്യം, വിപരീത പദം എന്ന മേഖലയിൽ നിന്ന് 9 ചോദ്യം വന്നിട്ടുണ്ട്. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ഞാൻ പറഞ്ഞായിരുന്നു പദശുദ്ധിക്കൊപ്പം തന്നെ അദ്ദേഹവും നിൽക്കുന്നുണ്ട്. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്ന മേഖലയിൽ നിന്ന് 16 ചോദ്യമാണ് 2021 2026 ഇടയിൽ നടന്ന ഡിഗ്രി പ്രിലിംസ് 16 പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ അപഗ്രഥിച്ചപ്പോൾ ലഭിച്ച ഡേറ്റ ദത്തം 16 ചോദ്യമാണ്. സമാന പദം എന്ന മേഖലയിൽ നിന്ന് 14 ചോദ്യം വന്നിട്ടുണ്ട്. ചേർത്തെഴുതുക എന്നതിൽ നിന്ന് 12 ചോദ്യം, പിരിച്ചെഴുതുക എന്നതിൽ നിന്ന് 15 ചോദ്യം. ശ്രദ്ധിക്കൂ, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, സന്ധി, ഒരു പരീക്ഷയിൽ തന്നെ ഇത് രണ്ടും കൂടി വന്നിട്ടുണ്ട്. ഒരു പരീക്ഷയിൽ തന്നെ ഇത് രണ്ടും കൂടി വന്നിട്ടുണ്ട്. ചേർത്തെഴുതുക എന്ന ചോദ്യമുള്ള അതേ പരീക്ഷയിൽ പിരിച്ചെഴുതുക എന്ന ചോദ്യവും വന്നിട്ടുണ്ട്. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. 12 ചോദ്യം ചേർത്തെഴുതുക എന്നതിൽ വന്നപ്പോൾ പിരിച്ചെഴുതുക എന്നതിൽ നിന്ന് 15 ചോദ്യമാണ് വന്നത്. സ്ത്രീലിംഗം, പുല്ലിംഗം എന്ന മേഖലയിൽ 12 ചോദ്യം, 12 ചോദ്യം, സ്ത്രീലിംഗം, പുല്ലിംഗം 12 ചോദ്യം. വചനം എന്ന വിഭാഗത്ത് നിന്ന് 8 ചോദ്യമാണ് വന്നത്. ഘടകപദം എന്ന വിഭാഗത്തിൽ നിന്ന് 7 ചോദ്യം, 7 ചോദ്യം. ഘടകപദം എന്ന വിഭാഗത്തിൽ നിന്ന് 7 ചോദ്യം, 7 ചോദ്യം. അപ്പോൾ 16, 14, 12, 10, 13, 9, 16, 14, 12, 12, 8, 15, 7 ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ സാറേ 158 ആകുന്നുള്ളല്ലോ. 16 പരീക്ഷയിൽ 10 ചോദ്യം വെച്ച് നോക്കിയാൽ 160 എണ്ണം കാണണ്ടേ? പിന്നെ 2 എണ്ണം എവിടെ പോയി? ഔട്ട് ഓഫ് സിലബസ്. നമുക്ക് നൽകിയിരിക്കുന്ന 13 ടോപ്പിക്കിന് പുറത്തു നിന്ന് 2 ചോദ്യം വന്നിട്ടുണ്ട്, ഔട്ട് ഓഫ് സിലബസ് ചോദ്യം. അതിൽ ഒരെണ്ണം നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇടശ്ശേരിയുടെ ഒരു നാടകം, അല്ലേ, നാടകം എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, വ്യാകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങൾ 47/2023 പരീക്ഷയിലെ ചോദ്യമാണ്. ഏത് ശബ്ദത്തിന് ആവർത്തിക്കുന്നത് ഏത് ശബ്ദമാണ് എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മാരത്തോൺ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്, വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏത്? വചനം, ഏകവചനം, ബഹുവചനം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുക്കൾ, സ്വാമികൾ, അല്ലയോ, ആചാര്യർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമെങ്കിലും വചനപ്രത്യയം വ്യാകരണത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാറില്ല. എന്നാൽ പ്രതീക്ഷിക്കണം എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. വചനപ്രത്യയം എന്നൊരു ചോദ്യം വന്നു. പേര് 2026 ഞാൻ പറഞ്ഞില്ലേ, പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത്? അതിൻ്റെ ഓപ്ഷനുകളിൽ നാമാങ്കം, ആഖ്യ എന്നൊക്കെ ഓപ്ഷൻ വന്നു. ഇതൊക്കെ എന്താണ് എന്ന് പരിചയപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നതായിരുന്നു അന്നേരം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗമാണ് മലയാളം എന്ന് ഞാൻ പറയുന്നില്ല. ചിട്ടയായ പരിശീലനം നേടിയാൽ, കൃത്യമായി അതിൻ്റെ ഒപ്പം നടന്നാൽ നേടാവുന്നതാണ്. 10ൽ 10 നേടാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് മലയാള വിഭാഗം. ചിട്ടയായി കൃത്യമായി ഒരു പ്ലാനിങ്ങോടുകൂടി പഠനം മുമ്പോട്ട് പോകണം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രിലിംസ് എക്സാം നമുക്ക് റാങ്ക് നേടാനുള്ള പരീക്ഷയല്ലല്ലോ. നമുക്ക് ലിസ്റ്റിൽ കടന്നുകൂടിയാൽ മതി. 50-60 മാർക്കൊക്കെ നേടുമ്പോഴേക്ക് നമ്മൾ ലിസ്റ്റിൽ എത്തിപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ മലയാളത്തിൽ നിന്ന് പഠിക്കുന്ന 13 ടോപ്പിക്ക് മെയിൻ എക്സാമിനും കൂടി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ടോപ്പിക്ക് സമഗ്രമായി, ഗംഭീരമായി, കൃത്യമായി, വ്യക്തമായി പഠിച്ചു തീർത്താൽ മെയിൻ എക്സാമിന് ആ സമയം കൂടി മറ്റു ഭാഗങ്ങൾക്ക് ചെലവഴിക്കാവുന്നതാണ്. കാര്യം വ്യക്തമാണ് എന്ന് കരുതുന്നു. മലയാള വിഭാഗവുമായി ട്രിക്ടേണിലെ ഡിഗ്രി പ്രിലിംസ് ബാച്ചിൽ ഞാൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. തൽക്കാലത്തേക്ക് വിട. നന്ദി, നല്ല നമസ്കാരം.